അരിപ്രാഞ്ചി അഷ്റഫ് കൊണ്ടോട്ടി MLA കോപ്രായങ്ങൾ. കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി വലിയൊരു അല്പത്തരം കാണിച്ചിരിക്കുകയാണ്. അല്പത്തരം എന്ന് പറഞ്ഞാൽ മഹാൽപത്തരം. ഒരു റീൽ എടുത്തിരിക്കുകയാണ് ഇയാൾ. ആദ്യമായി ജയിക്കുന്നതിൻ്റെ അഹങ്കാരമാണോ, ഈ അഹങ്കാരം ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ടെൻഡൻസിയാണോ, എന്താണ് അയാളുടെ മനസ്സിൽ എന്നറിയില്ല. അത്ര മോശമെന്ന് പറഞ്ഞാൽ മഹാമോശം. അത്തരം ഒരു റീലാണ് എടുത്തിരിക്കുന്നത്. സിനിമ സ്റ്റൈലിലെ ഒരു റീൽ, നമ്മൾ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു റീല്. അധികാരത്തിൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അല്പത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമുണ്ട്. പണമുണ്ട്, പക്ഷേ ആൾക്കാരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ആൾക്കാർക്കിടയിൽ ഒരു ഗും കിട്ടുന്നില്ല. അതിനുവേണ്ടി അയാൾ നടത്തുന്ന ശ്രമങ്ങളാണ് പ്രാഞ്ചിയേട്ടൻ സിനിമയുടെ ഉള്ളടക്കം. മമ്മൂട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ആളുകളുടെ മുന്നിൽ ഇയാൾ ഒരു കോമാളി ആകുന്നതിനപ്പുറത്തേക്ക് ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഗും കിട്ടുന്നില്ല. അയാൾ ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. പല കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടാൻ ബോധപൂർവം ശ്രമിക്കുന്നു. പക്ഷേ അവിടെ എല്ലാം ഇയാൾ കോമാളിയായി മാറുകയാണ്. ഏതാണ്ട് അതുപോലെയാണ് കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലിയുടെ നടപടികൾ. TP അഷ്റഫ് അലിയുടെ നടപടികൾ കണ്ടാൽ നമ്മൾ മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തെയാണ് ഓർത്തു പോകുന്നത്. ക്യാമറാമാനെയും സംഘത്തെയും വിളിച്ചുകൊണ്ട് ഇദ്ദേഹം RTO ഓഫീസിലേക്ക് പോകുന്നു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നിരന്ന് നിൽക്കുന്ന കുറെ പോലീസുകാർ. അവരെ മുൻകൂട്ടി അങ്ങനെ തയ്യാറാക്കി നിർത്തിയതാണോ എന്നറിയില്ല, പക്ഷെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. മുൻകൂട്ടി നിർത്തിയിരിക്കുന്ന ഒരു നാടക സെറ്റ് പോലെയാണ് നമ്മൾക്കത് അനുഭവപ്പെടുന്നത്. അവിടെ ചെല്ലുമ്പോഴേക്ക് നാടകീയമായി ഈ പോലീസുകാർ നിരന്ന് നിന്ന് ഈ MLA സല്യൂട്ട് ചെയ്യുന്നു. പിന്നീട് ബൊക്ക കൊടുക്കുന്നു. ആ ബൊക്കയുമായി ഇയാൾ RTOയുടെ കസേരയിൽ കയറിയിരിക്കുന്നു. ഈ ദളപതി എന്ന് പറയുന്ന സിനിമയിലെ മാസ് ഡയലോഗ് ഇട്ടുകൊണ്ടാണ് ഇയാളുടെ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. എന്തൊരു നാണക്കേടാണ്. നാണക്കേടെന്ന് വെച്ചാൽ മഹാനാണക്കേട്. ഒരു MLA അല്ലേ താങ്കൾക്ക് ഇങ്ങനെ എങ്ങനെ പെരുമാറാൻ കഴിയുന്നു? അതും കേരളമല്ലേ? കേരളം പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു അല്പത്തരം കാണിക്കാൻ എങ്ങനെ കഴിയുന്നു ഒരു ജനപ്രതിനിധിക്ക്? ഇവിടെ പോട്ടെ, അല്പത്തരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടി ചെയ്ത ഒരു കോപ്രായമായിരിക്കാം, ഒരു റീലായിരിക്കാം. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച ഫലമല്ല ഇതിന് കിട്ടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ഈ അഷ്റഫ് അലിയുടെ ഈ കോപ്രായങ്ങളാണ് എവിടെയും. അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഈ TP അഷ്റഫ് അലി MLA എടുത്ത് ഉടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് പയ്യന്മാർ. താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് നാണക്കേട് തോന്നും. അത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഈ കോപ്രായത്തിന് ജനങ്ങൾ നൽകുന്നത്. ഇനി ഇതിൻ്റെ ഒരു നിയമവശം പരിശോധിക്കാം. ഒരു MLAക്ക് RTOയുടെ പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കസേരയിൽ കയറി ഇരിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ബാക്കിയൊക്കെ ഇയാളുടെ കോപ്രായം എന്ന് എഴുതി പോട്ടെ. അയാൾ ക്യാമറാമാനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു നാടകം കളിച്ചതൊക്കെ പോട്ടെ. ഇതിനകത്തെ നിയമവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അധികാര പരിധി എന്താണെന്ന് പരിശോധിക്കാം. അധികാര പരിധികൾ ഇതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം നിർദ്ദിഷ്ട നിയമപരമായ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് പദവിയാണ്. നിയമനിർമ്മാണ സഭയിലെ അംഗമായ ഒരു ജനപ്രതിനിധിക്ക് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കസേര കൈയടക്കാനോ അവിടുത്തെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനോ നിയമപരമായിട്ടുള്ള യാതൊരു അധികാരവുമില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 പ്രകാരം നിയമസഭാ അംഗങ്ങൾക്ക്, അതായത് നിയമസഭാ സാമാജികന് MLAക്ക് സഭയ്ക്കുള്ളിലും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഏത് പ്രകാരം? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 പ്രകാരം. എന്നാൽ ഒരു സർക്കാർ ഓഫീസറുടെ നിയമപരമായ പദവിയെയും അന്തസ്സിനെയും ഹനിക്കാൻ ഈ വകുപ്പ്, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 ഒരു ജനപ്രതിനിധിക്ക് അധികാരം കൊടുക്കുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിന്മേലുള്ള ഒരു
കയ്യേറ്റമാണ് MLA നടത്തിയിരിക്കുന്നത്, ജനപ്രതിനിധി നടത്തിയിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ TP അഷ്റഫ് അലി ഇവിടെ ഈ ഷോ കാണിക്കാൻ വേണ്ടി നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ഈ അല്പത്തരം കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അയാൾ ഇവിടെ വന്നിട്ട് ഈ RTOയുടെ കസേരയിൽ കയറി ഇരുന്ന് ദളപതിയിലെ പഞ്ച് ഡയലോഗും ഇട്ടുകൊണ്ട് ഇരിക്കാൻ കഴിയില്ല. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 പറയുന്നതാണ് ജനപ്രതിനിധികൾക്ക് ഈ എക്സിക്യൂട്ടീവിലേക്ക് കടന്നു കയറാനുള്ള അധികാരമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അതറിയാതെയാണോ ഈ അഷ്റഫ് അലി ഈ കോപ്രായങ്ങൾ കാണിച്ചത് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും ഇദ്ദേഹം ഒരു ഷോ ഇറക്കാൻ വേണ്ടി കാണിച്ച ഈ അല്പത്തരത്തെ ഇപ്പോൾ നാട്ടുകാർ വലിയ നാണക്കേടായിട്ടാണ് ഇത് കരുതുന്നത്. കാരണം ഇത്രയും അല്പത്തരം കാണിക്കാമോ ഒരു ജനപ്രതിനിധി എന്നാണ് ഈ കമൻറ്റുകൾക്കിടയിൽ ഉയരുന്ന ഒരു ചോദ്യം. ഈ കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ ഈ അല്പത്തരത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു MLAക്ക് ഇത്രയും അല്പത്തരം കാണിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം MLAമാർ എത്രയോ പക്വതയോടെ പെരുമാറേണ്ട ഒരു ചുമതലയാണ്. നമ്മൾ ജനങ്ങൾ നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളാണ് MLA. അദ്ദേഹം നമ്മുടെ മുന്നിൽ വിധേയനായി നിൽക്കേണ്ട ആളാണ്. നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് നടപ്പിലാക്കി തരേണ്ട ഒരു ചുമതല നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയാളാണ് നമ്മുടെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഈ തമിഴ് സിനിമയുടെ ഡയലോഗൊക്കെ ഇട്ടിട്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കും. നേരത്തെ തന്നെ ഒരാളെ കൊണ്ട് കേരളീയർ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിലെ MP എന്തെല്ലാം സിനിമാറ്റിക് നാടകങ്ങളാണ് കാണിച്ചിട്ടുള്ളത്, സിനിമാ ഡയലോഗ്. ഇപ്പോഴും ഈ ഭരചന്ദ്രന്റെ പ്രേതം ഇറങ്ങാതെയാണ് സുരേഷ് ഗോപി ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അത് കണ്ട് മടുത്ത് കേരളീയർ തലയ്ക്ക് കൈവച്ചിരിക്കുമ്പോഴാണ് ദാ ഇടുത്തി പോലെ TP അഷ്റഫ് അലി പാവങ്ങളുടെ ഗതികേടുകാരുടെ സുരേഷ് ഗോപി എന്ന നിലയിൽ മറ്റൊരു ഷോയുമായി വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയെ കൊണ്ട് നമ്മൾ മടുത്തിരുന്നു. അത്രമാത്രം നാടകീയത, അത്രമാത്രം സിനിമാറ്റിക് ആയിട്ടുള്ള ഇടപെടൽ, അത്രമാത്രം സിനിമാറ്റിക് ആയിട്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ, സിനിമാ ഡയലോഗുകൾ. പഴയ ഭരചന്ദ്രന്റെ പ്രേതം ഇറങ്ങിപ്പോകാത്ത സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയെ കണ്ട് വെറുത്തിരിക്കുമ്പോഴാണ് അടുത്ത വെറുപ്പിക്കലുമായി TP അഷ്റഫ് അലി ഇതാ വന്ന് ഒരു സിനിമാ മാസ് ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് എന്തൊരു നാണക്കേടാണ്, എന്തൊരു കഷ്ടമാണിത്. നമ്മൾ തിരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി, കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു. സുരേഷ് ഗോപിയെ കൊണ്ട് നമ്മൾ തലകുനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആൾ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് വീഴുന്നത്. എന്ത് തന്നെയായാലും TP അഷ്റഫ് അലി കാണിച്ചത് അത് സാമാന്യ മര്യാദയുടെ പേരിൽ തന്നെയായാലും നിയമത്തിൻ്റെ പേരിൽ തന്നെയായാലും ഒരു കാരണവശാലും ചെയ്തുകൂടാത്ത, ഒരു ജനപ്രതിനിധി ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലീഗിന് തന്നെ നാണക്കേടാണ്. ഇയാൾക്ക് നാണമില്ലെങ്കിൽ പൊക്കോട്ടെ, അയാൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ശേഷിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ലീഗ് എന്ന് പറയുന്ന ഇത്രയും പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അയാളെ നിയന്ത്രിക്കേണ്ട ഒരു ചുമതല ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കില്ലേ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന രാഷ്ട്രീയമായ ഒരു ചോദ്യം. ലീഗിൻ്റെ നേതൃത്വം തന്നെയാണ് മറുപടി പറയേണ്ടത്. ലീഗിൻ്റെ നേതൃത്വം അടിയന്തരമായി ഈ അഷ്റഫ് അലിയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ലീഗിന് തന്നെയാണ് നാണക്കേട് വരുന്നത്. ലീഗ് വലിയ പാരമ്പര്യമൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ലീഗിൻ്റെ ഒരു പ്രതിനിധിയെ ഇത്തരത്തിൽ സിനിമാറ്റിക് ഡയലോഗൊക്കെ വിട്ട് ഈ RTOയുടെ കസേരയിൽ നിയമവിരുദ്ധമായി കയറ്റിയിരുത്താൻ അവർ അനുവദിക്കുന്നത്? തീർച്ചയായിട്ടും ലീഗിൻ്റെ നേതൃത്വം തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത്, അഷ്റഫ് അലി അല്ല. അഷ്റഫ് അലിക്ക് ഒരു പക്ഷേ ഇത് രാഷ്ട്രീയം ഏതാണ്, ഈ നിയമം ഏതാണെന്നൊന്നും അയാൾക്ക് അറിയണമെന്നില്ല. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്നത് പോലെ ഇയാൾക്ക് ഇതൊന്നും അറിയണമെന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ലീഗ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇതൊരു ഈ നടപടിയെ, ഇയാളുടെ ഈ നടപടിയെ മുളയിലെ തന്നെ നുള്ളണമായിരുന്നു. ഇങ്ങനെ റീലെടുക്കാൻ അയാളെ അനുവദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട്, ലീഗിലെ മുതിർന്ന നേതാക്കൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് TP അഷ്റഫ് അലിയുടെ ഈ ഒരു അല്പത്തരത്തെ, ഈ ഒരു നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യാത്തത്, തടയാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.